അച്ചാ എന്തോ കഴിക്കാൻ പോന്നെ? അമ്മേ, ഞാൻ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി ബിരിയാണി. ഞാനിങ്ങനെ ഇവിടെ നീയൊക്കെ ബിരിയാണി വെക്കണമെങ്കിൽ മണിക്കൂർ കണക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങി. ഞാൻ ഏകദേശം 1 മണിക്കൂർ മാക്സിമം എടുത്തു കാണും. അത്രയല്ല എടുത്തോളൂ. ആ സമയം കൊണ്ട് ഞാൻ ബിരിയാണി വെച്ചു. അച്ചാച്ചന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാവോ? നമ്മൾ എത്ര നല്ല സാധനം ഉണ്ടാക്കിയാലും അതിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ്. സ്വന്തമായിട്ട് എന്ത് വെച്ചാലും നല്ല ഇപ്പൊ കഴിച്ചിട്ട് പറയാം അടിപൊളിയാണെന്ന് പറയും. അതെ, സാലഡ് ഇത് സൗദി അറേബ്യയിൽ വെച്ച് നമ്മുടെ അമ്മാമ്മ എപ്പോഴും ഉണ്ടാക്കുമ്പോഴേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിക്കുമല്ലോ. അപ്പൊ അവിടുന്ന് പഠിച്ച സാലഡ്. ബിരിയാണിയുടെ കാര്യം ഓർക്കുമ്പോഴെന്ന് പറഞ്ഞാൽ റഹ്മാനൊക്കെ മോഹൻ ചേട്ടനൊക്കെ വന്നിട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാകുന്നത്. അവരുടെ കോപ്പി അടിച്ചിട്ട് അത്രയൊന്നും വരത്തില്ല, എന്നാലും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പപ്പടം അച്ചാർ ഇപ്പൊ കണ്ടോണേ കഴിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അടിപൊളി ബിരിയാണി, സൂപ്പർ അല്ലേ?